ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പി. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ എഗ് മസാല പെപ്പർ ഫ്രൈ ആണ് കാണിക്കുന്നത്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഞാനൊരു 2 മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എത്ര മുട്ട വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് അളവ്, എല്ലാ മസാലയും എല്ലാം അതിനനുസരിച്ച് അളവ് ആവശ്യത്തിന് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതിന് 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ മുട്ട വേവിച്ച് വെച്ചതാണ്. അപ്പോൾ മുട്ട വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ തോട് പൊട്ടിയിട്ട് പോവില്ല. നേരിട്ടിട്ട് എടുത്തിട്ട് മുട്ട വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണ് ഇടണമെങ്കിൽ നമ്മൾ നേരിട്ടിട്ട് അത് വേവിക്കുമ്പോൾ അതിൻ്റെ തോട് പൊട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കണ്ടൻസ് എല്ലാം പുറത്തേക്ക് ആ വെള്ളമായിട്ട് മിക്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന മുട്ടയാണെങ്കിൽ ഒന്നത് റൂം ടെമ്പറേച്ചറിലേക്ക് ആക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കുക. അങ്ങനെ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് ആ വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കുക നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ തൊണ്ടൊക്കെ പൊട്ടി അതിൻ്റെ കണ്ടൻസ് എല്ലാം പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മുട്ട വേവിക്കുമ്പോൾ ഒരു 8-10 മിനിറ്റിലും കൂടുതൽ വേവിക്കരുത്. ഇതിൻ്റെ ഈ തൊണ്ടൊക്കെ ഒന്ന് പൊളിച്ചിട്ട് ഇത് രണ്ടായിട്ട് മുറിച്ചെടുക്കണം. മുട്ടയൊക്കെ രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിത് ഒരു പാൻ അല്ലെങ്കിൽ ഒരു കടായി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൽ കുറവായാലും മതി. നിങ്ങൾക്ക് എത്ര വേണ്ടത് വെച്ചാൽ അത്ര വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് ആ നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സവാള, ഒരു ചെറിയൊരു സവാളയാണ് കേട്ടോ, വളരെ ചെറിയൊരു സവാള, നല്ല കനം കുറച്ച് അരിഞ്ഞത്. ഇതിൻ്റെ കൂടെ കറിവേപ്പില ഇടണം. ഈ സവാള ഒന്ന് നന്നായിട്ട് വാടി വരണം. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ചേർക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണയിലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല സ്വാദാണത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ റംസാനൊക്കെ വരില്ലേ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാനിതിന് മുന്നേ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടുണ്ടായിരുന്നില്ലേ, ഒരു 2-3 ദിവസം മുന്നത്തെ. അപ്പോൾ അതിൽ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു കുറേ നേരം, വളരെ ലെങ്തിയാണ് വീഡിയോ, പിന്നെ കുറേ നേരം സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പ്രോബ്ലം തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി. ഇനി ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. പിന്നെ കുറേ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കുറേ നേരം പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക. കാരണം പല ആൾക്കാരും ഒരു പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വീണ്ടും കമൻറ്റ് ബോക്സിൽ വീണ്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് വേണ്ട ആർക്കും വിചാരിച്ചിട്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ കുറേ ആൾക്കാർക്ക് അത് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക ഒന്ന്. നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതാ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, ഒരു ലൈറ്റ് കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഇപ്പോൾ 2 മുട്ടയല്ലേ ചേർക്കുന്നുള്ളൂ, അപ്പോൾ ഞാൻ അതിനനുസരിച്ച് മസാല പറയുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂണ് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. അല്ലെങ്കിൽ സാധാരണ നല്ല എരിവുള്ള മുളക് പൊടി വെച്ചാൽ ഒരു 1/4 ടീസ്പൂണ് മതി കേട്ടോ. പിന്നെ ഒരു നുള്ള് മല്ലിപ്പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി, അതായത് 1/8. അപ്പോൾ നമ്മൾ മെഷറിങ് സ്പൂൺ എടുക്കുക വെച്ചാൽ അതിൻ്റെ 1/8 കേട്ടോ. 1/4 ടീസ്പൂണിൻ്റെ പകുതി.
1/4 ടീസ്പൂണിൻ്റെ പകുതി മല്ലിപ്പൊടി, 1/4 ടീസ്പൂണിൻ്റെ പകുതി എന്താ പറയുക ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ, അതൊരു നുള്ള് ആവശ്യത്തിന്, ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് വരെ എടുക്കാം. കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 1/4 ടീസ്പൂണ്, കുറവേ ഇഷ്ടമുള്ളൂ വെച്ചാൽ അതിലും കുറച്ചെടുത്തോളൂ കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതാ മസാലയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട്, കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിൽ സവാള അരിയാനൊന്നും സമയമില്ല വെച്ചാൽ വെറുതെ എണ്ണയിലേക്ക് ഞാൻ ഈ പറഞ്ഞ പൊടികളും പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് അവിടെ മൂപ്പിച്ചിട്ട് പിന്നെ എന്താ പറയുക മുട്ട അതിലേക്ക് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു ലേശം വെള്ളങ്ങളെ തളിച്ചു കൊടുക്കാം. തളിക്കാനായിട്ട് പാടുള്ളൂ, വെള്ളം ഒഴിക്കരുത്. ഇനി ഈ മുട്ട നമ്മൾ മുറിച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഇതുപോലെ മറിച്ചിടാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പണി. നല്ല ടേസ്റ്റാണത്. ഉണ്ടാക്കാൻ ഒരു 2 മിനിറ്റേ വേണ്ടൂ. മുട്ട വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ റംസാൻ സ്നാക്സ് വിഭവങ്ങളൊക്കെ നോക്കാൻ നിങ്ങൾ പ്ലേലിസ്റ്റിൽ മധുര പലഹാരങ്ങൾ പിന്നെ സ്നാക്സിൻ്റെ പ്ലേലിസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇതൊരു സൈഡ് ഒന്ന് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുത്തോളൂ. ഞാൻ ആദ്യം ഇടണമെന്നാണ് വിചാരിച്ചത്, അപ്പോഴേക്കും അത് മറന്നുപോയി. 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ആ സവാള ഫ്രൈ ചെയ്യുമ്പോൾ. പെപ്പർ ഫ്രൈ ഒക്കെ റെഡിയായി. നല്ല ടേസ്റ്റാണത്. നിങ്ങൾ ഒരു തവണയിൽ ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് വേറെ റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്